ചട്ടികൾ ഒരു 10 എണ്ണം നമ്മൾ മാറ്റിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഒരു 5 ടൈപ്പ് എപ്പീഷിയാണുള്ളത്. അപ്പോൾ 2 ചട്ടികളിലാക്കിയിട്ട് ഓരോ കളറും സെറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ നമ്മൾ ഇതിൻ്റെ ഹോൾസൊക്കെ ഒന്ന് വലുതാക്കി എടുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. വെള്ളം കെട്ടി നിൽക്കരുത് ഒട്ടും. പിന്നെ നല്ല ഉരുണ്ട കല്ലുകൾ ഇട്ട് കൊടുക്കാം. ഇതിന് പകരമായിട്ട് തെർമോക്കോളോ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ ടൈൽസിൻ്റെ കഷ്ണമൊക്കെ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ചകിരി എന്തായാലും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വേനൽക്കാലത്തിന് വരാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് ചെടികൾക്ക് നനവ് 2 നേരം നനച്ചുകൊണ്ട് ആവശ്യം വരില്ല. ഈ ചകിരിയും അതുപോലെ കരിയിലൊക്കെ ഇട്ട് കൊടുത്താൽ ഇതുപോലെ ചകിരി ഇട്ട് കൊടുക്കുക. കല്ലിൻ്റെ മേലെ കുറച്ച് ചകിരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ അടിച്ചു വാരിയിട്ട കുറച്ച് മണ്ണ് ഇതിന് മേലെ തൂക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ കരിയിലിടാനായിട്ട് മുന്നേ കുറച്ച് പൊടിമണ്ണ് നമ്മൾ അടിച്ച് വാരിയിട്ട് കൂട്ടിയിരുന്നതാണ്. നമ്മുടെ മുറ്റത്തെ കട്ടിട്ടുള്ള സ്ഥലമാണ്. അധികം മണ്ണും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മാവിൻ്റെ ചോട്ടിൽ കുറച്ച് മണ്ണുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മണ്ണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചവറും ഒക്കെ ഞാൻ എല്ലാ ചട്ടികളിലും നിറച്ച് അപ്പോൾ ഏകദേശം നല്ല ക്ലീൻ ആയിട്ട് ഇട്ടാൽ നമ്മുടെ ചമ്മലൊക്കെ ക്ലീനായി. ഇനി ഈ മണ്ണ് നമുക്ക് വേറെ ചട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ മേലായിട്ട് കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുക്കണം. മണ്ണിപ്പത്തിൽ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഇട്ടത്. പെട്ടെന്ന് തന്നെ പിടിച്ചിട്ടും നല്ല ഭംഗിയുള്ള രസമുള്ള പൂക്കളും നല്ല ഇലകളൊക്കെയാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മൾ തൂക്കച്ചട്ടിയിലാണ് വെക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലും നമുക്ക് പിടിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ വള്ളി പോലെ ഉണ്ടാവും. അതിന് തുമ്പത്ത് കുറച്ച് ഇങ്ങനെ ഇലകളുണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടൈപ്പ്. അപ്പോൾ അതിങ്ങനെ ആ ഒരു ഇല വരുന്ന ഭാഗം മണ്ണിലേക്കും ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. അത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അത് വേര് പിടിച്ചിട്ട് വരികയാണ് ചെയ്യാം. പിന്നെ കൊലകൊലമായിട്ട് ഇങ്ങനെ ഇലകളൊക്കെ തൂങ്ങിക്കൊടുക്കും. നല്ല പൂക്കളും പെട്ടെന്ന് വരും. അതേ ടൈമൊന്നും വേണ്ടത് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ മണ്ണിൻ്റെ മേലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അത്ര ചെയ്യേണ്ടത്. അപ്പോൾ അത് ഏകദേശം പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഏകദേശം നടാൻ പരിപാടി ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഞാൻ 5 ചട്ടിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച 5 ചട്ടി ഞാനിതവിടെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നമ്മുടെ മെയിൻ കോർണർ ഉണ്ട്. ഈ കോർണർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവിടെ ഉണ്ട് വെച്ചിട്ടുള്ളത്. പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് തണലത്ത് വെച്ച് പിടിച്ചിട്ടതിന് ശേഷം നമുക്ക് വെയിലത്ത് മാറ്റാം. അപ്പോൾ ഇവിടെ നിന്ന് തൂക്കിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും തൂക്കച്ചട്ടികളിൽ ചെടി പിടിപ്പിച്ചാൽ ഇത് ഇവിടെയാണ് വെക്കാറിട്ടാം. എന്നിട്ട് അതിൽ ചെടികളൊക്കെ പിടിച്ച് ഏകദേശം ലെവലാകുമ്പോൾ നമ്മൾ എവിടെയാണ് മാറ്റുന്നത് ആ ഭാഗത്തേക്ക് മാറ്റി വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് പിടിച്ച് കിട്ടണം. എന്നിട്ട് നമുക്ക് നല്ല വെയിലത്തേക്ക് മാറ്റണം. നല്ല വെയിലത്ത് നല്ല ഭംഗിയുള്ള പൂക്കൾ നല്ല രസത്തിൽ പൂക്കൾ വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. തണലത്ത് വെച്ചാലും പൂക്കൾ വരും. അവിടെ തണലത്ത് വെച്ചിട്ടും നമ്മൾ ഷീറ്റ് ഇട്ടതിൻ്റെ അടിയിലാണ് ഈ ഒരു പോർഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് ഇവിടെ നന്നായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ കൊല്ലായിട്ട് കിടക്കണം നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു വർക്ക് ഈ ഒരു ചെടി കളക്ട് ചെയ്തിട്ട് എല്ലാവരും നട്ട് പിടിപ്പിച്ച് വെക്കുക. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു